സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1.5 വർഷമാവുന്നു. ബോർഡിൽ അംഗങ്ങളായവർക്ക് പ്രതിമാസം 1600 രൂപയാണ് പെൻഷനായി നൽകുന്നത്. തൊഴിലാളികളുടെ മറ്റ് ധനസഹായങ്ങളും ഇതോടൊപ്പം മുടങ്ങി. ആരോഗ്യമുള്ള ഒരു കാലമത്രയും കഠിനാധ്വാനം ചെയ്തവർ, പണിയെടുക്കാൻ പറ്റാത്തൊരു കാലം, ചെറിയ തുകയാണെങ്കിലും പെൻഷൻ ഉണ്ടല്ലോ എന്ന് ആശ്വാസം കൊണ്ടവരാണിവർ. എന്നാൽ കഴിഞ്ഞ 16 മാസമായി അങ്ങനെയൊന്നില്ല. ക്ഷേമ പെൻഷൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്നില്ല, മരുന്ന് മേടിക്കാൻ പോലും പൈസ കിട്ടുന്നില്ല. ഞാൻ 2019 പെൻഷനായതാണ്. 2019 പെൻഷനായിട്ട് എനിക്ക് ഈ 5 വർഷം കൊണ്ട് 12 മാസത്തെ പെൻഷൻ ആണ്, ഒരു വർഷത്തെ പെൻഷന് ആകെ കിട്ടിയിട്ടുള്ളത്. ഒരു മരുന്ന് മേടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ്. പണിക്ക് പോകാൻ സാഹചര്യക്കാരൻ്റെ പെൻഷൻ ആയിട്ടും ഒരു വീട്ടിലെ അവസ്ഥ തന്നെയാണ്. വൈഫിന് അസുഖം ആയിട്ട് കിടപ്പിലാണ്, പണിയില്ല, പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു പെൻഷൻ കൊണ്ട് മാത്രം പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. മരുന്ന് വാങ്ങിക്കാനായാലും ഒരു നേരത്തെ ഒരു കാലി ചായ കുടിക്കാൻ പോലും പല ആൾക്കാരും, എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഈ നാട്ടിൽ പെൻഷൻ പറ്റിയ ആൾക്കാരുണ്ട്. ബോർഡിൽ അംഗങ്ങളായ 20,23,402 പേരിൽ 3,24,580 പേർക്കാണ് പെൻഷൻ ലഭിക്കേണ്ടത്. അംഗങ്ങൾക്ക് 60 വയസ്സാകുമ്പോഴാണ് പെൻഷന് അർഹത. ഇതിനൊപ്പം അംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായം ഉൾപ്പെടെ കുടിശ്ശികയാണ്. ഈ പെൻഷന് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് തൊഴിലാളികൾ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, സർക്കാർ വാർഷികകാല പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ വെറും 3-4 മാസം കുടിശ്ശികയുള്ളൂ. പക്ഷേ ആ പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ജീവിച്ചു പോകാൻ. പക്ഷേ നിർമ്മാണക്ഷേമനിധി പെൻഷനുള്ളതിൻ്റെ പേരിൽ വാർദ്ധക്യ പെൻഷൻ നിഷേധിക്കപ്പെട്ട ആളുകളാണ് അവർ. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ സമരത്തിനൊരുങ്ങുകയാണിവർ. പല തവണ ഈ വകുപ്പ് തല മന്ത്രിക്കും സർക്കാരിനും ഒക്കെ അപേക്ഷകളും ഒക്കെ സമർപ്പിച്ച് പരാതികളും ഒക്കെ നൽകിയിട്ടും യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല. അടിയന്തരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തൊഴിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ആവശ്യം അറിയിക്കുകയാണ്. പെൻഷൻ നൽകാൻ അംഗങ്ങളിൽ നിന്ന് പ്രതിമാസം 50 രൂപ അംശാദായം ബോർഡ് ഈടാക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിൽ നിന്നുള്ള നിശ്ചിത സെസ്സും ഇതിലേക്ക് വകയിരുത്തുന്നുണ്ട്. എങ്കിലും പെൻഷൻ മാത്രം ഇപ്പോഴും അകലെയാണ്. ന്യൂസ് 18 കൊച്ചി.